ഉദ്യോഗസ്ഥരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കാന്തളൂർ ശാലയുടെ നിരവധി പ്രവർത്തനങ്ങൾ ഒരു 3 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അന്തർദേശീയ ദേശീയ തലത്തിലൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരുപാട് പരിപാടികൾ നമ്മൾ ഓൺലൈനായിട്ടും ചിലതൊക്കെ ഓഫ്ലൈനായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ഥലപരിമിതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ അക്കാദമികമായിട്ട് വലിയ പരിപാടികളൊക്കെ ഓൺലൈനായിട്ടാണ് നമ്മൾ നടത്താറുള്ളത്. നമുക്ക് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ അഷ്ടാദശി പ്രോജക്റ്റ്, അതിൻ്റെ നോഡൽ ഏജൻസി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അവർ വഴിയാണ് നമുക്ക് ഈ ഗ്രാൻഡ് കിട്ടുന്നത്. അത് അവർ മുൻഗണന നൽകുന്നത് സംസ്കൃതത്തിലുള്ള ശാസ്ത്ര വിഷയങ്ങൾക്കാണ്. അത് ശാസ്ത്രം എന്നവർ പറയുമ്പോൾ അത് ഭൗതിക ശാസ്ത്രമുണ്ട്, ആധ്യാത്മിക ശാസ്ത്രമുണ്ട്, ദർശനങ്ങളൊക്കെ അതിലാണല്ലോ പെടുക. ഇതിനെ രണ്ടിനും ഏറെക്കുറെ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സ്കീം പ്രവർത്തിക്കുന്നത്. വളരെ വിപുലമായിട്ട് 100 ചില്ലാനം കോടി രൂപയാണ് ഓരോ വർഷവും ഇതിനു വേണ്ടി ചെയ്യുന്നത്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞാൻ എൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെ പല സ്ഥാപനങ്ങൾക്കും പൈസ കൊടുക്കാനായിട്ട്. പക്ഷേ കാന്തളൂർ ശാലയ്ക്ക് നൽകണമെങ്കിൽ അതിനുള്ള 3 വർഷത്തെ കഴിയണം. അത് കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിൽ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കൂടി കൊടുക്കണം. അതിൻ്റെ അംഗീകാരങ്ങൾ പലതും മേടിക്കാനുണ്ട്, അതൊക്കെ മേടിക്കണം. അപ്പോൾ നമുക്കൊരു 4 വർഷം കഴിഞ്ഞേ നമുക്ക് അതിൻ്റെ എലിജിബിലിറ്റി ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് അന്ന് അതിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ചെയർമാനായിട്ടിരിക്കില്ല, ഞാൻ വേറെ ആരെങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇരുന്നുകൊണ്ട് കാന്തളൂർ ശാലയ്ക്ക് പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇക്കുറി ഞാൻ ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി വൈസ് ചാൻസലറോട് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ കാരണവും പറഞ്ഞു. കാന്തളൂർ ശാല അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇത് പരിഗണനയ്ക്ക് വന്നപ്പോൾ വളരെ വലിയ ഒരു അംഗീകാരമാണ്. അവിടെ വന്നിട്ടുള്ള ആയിരക്കണക്കിന് പ്രപ്പോസൽസ് ഗണിതവും മാത്തമാറ്റിക്സും ഈ വിഷയത്തിൽ ഇത് രണ്ടും പലപ്പോഴും രണ്ടായിട്ടും പലപ്പോഴും ഒന്നായിട്ടും പ്രവർത്തിക്കുന്ന ഒരു ചരിത്രമാണ് കേരളത്തിലുള്ളത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു 13ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെയുള്ള 300 ചില്ലുവാനം ഗ്രന്ഥങ്ങൾ ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രയത്നങ്ങൾ ഒരു 1.5 കൊല്ലമായിട്ട് ഇതിന് പിന്നിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇപ്പോൾ ലക്ഷ്യത്തിലെത്തി. അതായത് ഇതിൻ്റെ പ്രവർത്തനാനുമതി നമുക്ക് കിട്ടി. നമ്മൾ മൊത്തം 60 ലക്ഷമാണ് ചോദിച്ചിരുന്നത്. പക്ഷേ അവർ പറഞ്ഞു അത് അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ റൂൾ അനുസരിച്ച് 30 ലക്ഷമാണ് മാക്സിമം കൊടുക്കാൻ പറ്റുക. പിന്നെ സെക്കൻഡ് ഫേസ് വേണമെങ്കിൽ സെക്കൻഡ് ഫേസിന് അപ്ലൈ ചെയ്യാം. അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷത്തേക്കായിട്ട് നമുക്ക് 30 ലക്ഷത്തിനുള്ളതാണ് നമുക്ക് പണം തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് 30 ലക്ഷം മുഴുവൻ തികയില്ല നമുക്ക് ഈ പ്രവർത്തനത്തിന്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയും വിപുലമായിട്ടുള്ള പുസ്തക ശേഖരം ഉള്ളതുകൊണ്ട് അത് മുഴുവൻ ഒന്നിച്ച് ചെയ്യുന്ന എളുപ്പമല്ല എന്ന് അവർ പറഞ്ഞു. ഇതിലൊക്കെ ഫിസിക്കലായിട്ടുള്ള വർക്ക് മാത്രമല്ല, നല്ല ബൗദ്ധികമായ വർക്കുകൾ കുറേയധികം ചെയ്തിട്ട് വേണം ഇത് രൂപപ്പെടുത്താൻ. ഇതിൽ പലതിലും നമ്മുടെ അജ്ഞതയുള്ള നമുക്കറിയാത്ത വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെയൊക്കെ അതത് വിഷയങ്ങളിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ കമ്മിറ്റി വെച്ച് അവരെ കൊണ്ട് കുറേ വർക്കുകൾ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടി വരും. ചില ട്രാൻസ്ലേഷൻ പോലെയുള്ളത്, അതുപോലെ എഡിറ്റിംഗ് പോലെയുള്ളത്, പാഠഭേദങ്ങളൊക്കെ രൂപപ്പെടുത്തണമെങ്കിൽ വിപുലമായ ഗ്രന്ഥപരിചയം വേണം നമുക്ക്, നല്ല പാഠം തിരഞ്ഞെടുക്കുന്നതിനൊക്കെ. അപ്പം അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള ഇപ്പോൾ ഈ വർഷം സാങ്ഷൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളിൽ റാങ്ക് 1 നമ്മളാണ്. അതാണ് വലിയ സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്ത സ്റ്റേജൊക്കെ വരുമ്പോഴേക്കും ശങ്കരാചാര്യരുടെയും ആ പരമ്പരയിലുള്ളതായിരിക്കുന്ന നടുവിൽ മഠത്തിൻ്റെ ഇപ്പോഴത്തെ പരമാചാര്യനായിരിക്കുന്ന അച്യുതഭാരതി സ്വാമികളുടെയും അനുഗ്രഹം പൂർണ്ണമായിട്ടും ഈ കാന്തളൂർ ശാലയ്ക്കുണ്ട് എന്നുള്ള ഇതിലുകൊണ്ടാണ് നമുക്കിതൊക്കെ തരണം ചെയ്യാൻ കഴിയുന്ന പ്രയാസങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ടേ മുതൽ തന്നെ കാന്തളൂർ ശാലയുടെ ഒരു കാലഘട്ടം വരെ മഠത്തിനൊരു സ്വാധീനം ഉണ്ടായിരുന്നു. അത് തിരുവട്ടാരൊക്കെയാണ് അന്ന് നമ്മുടെ സർവകലാശാലയുടെ ചില ഭാഗങ്ങളൊക്കെ അവിടെയല്ല പ്രവർത്തിച്ചിരുന്നത്. പാർത്ഥിപുരത്തിൻ്റെ സബ്സിഡിയറി ആയിട്ടാണ് വർക്ക് ചെയ്തത്. പാർത്ഥിപുരം വലിയൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവർത്തനം. ഇപ്പോൾ 2 കൊല്ലത്തേക്കാണ് നമുക്ക് ആദ്യത്തെ ഫേസ് സാങ്ഷൻ തന്നിട്ടുള്ളത്.
അപ്പോൾ സ്വാമിയാരികളോട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ വിശദമാക്കി പറഞ്ഞത്. അപ്പോൾ രണ്ട് പേരെയാണ് നമ്മളിപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഡോക്ടർ സൂരജ് എഴുതാക്കുന്നു. അദ്ദേഹം ഈ വേദഗണിതത്തിലും അതിൻ്റെ പാരമ്പര്യത്തിലും ടെക്സ്റ്റുവൽ ട്രഡീഷനിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫീൽഡിൽ തന്നെ നന്നായി വർക്ക് ചെയ്ത ആളാണ്. സുന്ദരേശൻ മാഷെ പോലെ ഈ ഫീൽഡിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പൊതുവെ ഒരു സർട്ടിഫൈ ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ബോധ്യം പറഞ്ഞിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വെറുതെ ഒരു ഇൻ്റർവ്യൂ നടത്തി ആ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് നോക്കിയിട്ട് മാത്രമല്ല, ഇയാൾ മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡോക്ടർ സൂരജിനെയാണ് നമ്മൾ റിസർച്ച് ഫെലോ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മീതെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഇപ്പോൾ കോഴിക്കോട് വിദ്യാപീഠത്തിൽ വന്നിട്ടുണ്ട്. ഗയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അദ്ദേഹമാണ് നമ്മുടെ അക്കാഡമിക് സെക്ഷൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹമാണ് ഈ ഇതിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. അദ്ദേഹം അത് അപ്പപ്പോൾ സമയത്ത് ഇതിൻ്റെ ചെക്കിങ്ങിന് ഓരോ മാസത്തെയും വർക്കുകൾ വരുമ്പോൾ വർക്കുകൾ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട പ്രധാന ഉത്തരവാദിത്തമുള്ള ഒരാൾ അദ്ദേഹമാണ്. അപ്പോൾ അതിന് കമ്മിറ്റിയുണ്ട്. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ കീഴിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അതിലൊന്ന് സൂരജാണ് നേരെ താഴെ വരുന്നത്. അതിൻ്റെ താഴെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ബന്ധപ്പെടുന്നത് ഒരാളുടെ മറ്റേ ഹരീഷാണ്. ഈ രണ്ട് പേരെയാണ് നമ്മൾ ഇപ്പോൾ വയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ നടത്താൻ ഉള്ള സംവിധാനം ആയി കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ആദ്യത്തെ 6 മാസം ഇതിൻ്റെ ഡാറ്റകൾ കളക്ട് ചെയ്യാനായിട്ട് യാത്രയാണ് ഈ പ്രോജക്റ്റിൽ വേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് 2 മാസം കൂടുമ്പോൾ ഒന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയും ഇവിടെ വരികയും ഇവിടെ ഓഫീസിൽ ഒന്ന് വന്ന് റിപ്പോർട്ട് ചെയ്ത് പോകാമെന്നത് മാത്രമേ ഇപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് വർക്ക് ചെയ്യാം, പുറത്ത് വർക്ക് ചെയ്തിട്ട് 6 മാസം അതിൻ്റെ റിപ്പോർട്ട് വരിക. ആ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ അവർക്കുള്ള റെമുനറേഷൻ നമ്മളൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ്. അത് അവരൊക്കെയായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദർശാലയുടെ ഈ ആദ്യത്തെ ഈ പ്രോജക്റ്റ് വളരെ ഗൗരവമായിട്ട് തന്നെ നമുക്ക് കിട്ടി. അതിൻ്റെ ഈ 2 പേരെ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ പോസ്റ്റ് ചെയ്യുന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുകയാണ് സ്വാമി ചെയ്യുന്നത്. അതിന് മുമ്പ് സ്വാമി 2 വാക്ക് അനുഗ്രഹ രൂപത്തിൽ നമ്മളോട് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് അപ്പോയിൻമെൻറ്റ് തരുന്നതാണ്.